സിസ്റ്റർ, നോബൽ ബ്രദർ, സണ്ണിച്ചേട്ടൻ, ഇവരെല്ലാം കൂടി ഒരു ടീമായിട്ട്. ഡോക്ടർ ജോണൊക്കെ വന്നതിൻ്റെയാണ് ബാക്ക്ഗ്രൗണ്ട്. ഇവർ വീട്ടിൽ ഞങ്ങൾ ഒരു രാത്രി മുഴുവൻ അന്നാണ് സിസ്റ്ററിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം ഡോക്ടർ സിസ്റ്ററാണ്. അപ്പോൾ ആ സിംപ്ലിസിറ്റി, രാവിലെ എണീറ്റപ്പം ഒരു ടോസ്റ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച്, അത് ചായ കാലൊന്നും വേണ്ട, ജസ്റ്റ് കട്ടൻ കാപ്പിയിൽ ഇച്ചിരി ഒന്ന് കളർ മാറ്റി, അല്ല അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അപ്പം ഇനോ അതാണ് സിസ്റ്ററിനെ ആദ്യമായിട്ട് കണ്ടത്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ സിസ്റ്ററിന്റെ ആ സിംപ്ലിസിറ്റി, സ്നേഹം, തീഷ്ണത എല്ലാറ്റിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. നമ്മളാണ് ആദ്യം ബാർസക്കോമണിലാണ് ആദ്യം പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും നിൽക്കുന്നത് എങ്ങനെ കാബേജ് അരിയാം എന്ന് പഠിപ്പിച്ചത്. തീർച്ചയായിട്ടും വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴും അന്ന് അതിന് ഭയങ്കര ടേസ്റ്റ്. അത് മറ്റേത് കൊത്തി എരിയുമ്പോഴത്തേക്കും അതെല്ലാം കുഴഞ്ഞു പോകും. കുഴയാതെ എങ്ങനെ കാബേജ് വെക്കാൻ പഠിപ്പിച്ചത് സിസ്റ്റർ. നമ്മുടെ വോക്കിങ്ങിലെ സംഭവമാണ് ഓർമ്മ വന്നത്. അതെ ആദ്യമായിട്ട് ഇങ്ങനെ നമ്മളെങ്ങനെ ആദ്യമായിട്ട് സണ്ണിച്ചേട്ടനാണെന്നോ ആദ്യം ബന്ധപ്പെട്ടല്ലേ നിങ്ങൾ തമ്മിൽ? അങ്ങനെ വന്നു. അപ്പോൾ പിന്നെയുള്ള നൈറ്റ് വിജിലുകളാണ് ഒരു സംഭവങ്ങൾ. ഓരോ ഏരിയകളിലേക്ക് ഇങ്ങനെ പോവല്ലേ, ഓരോ ദിവസങ്ങളിൽ ഓരോ സ്ഥലത്തേക്ക് പോകുന്നു, രാത്രി ഫുള്ളായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സംഭവമാണത്, ഒരു കൂട്ടായ്മ. പിന്നെ ഡോക്ടർ ജോൺ വരുമ്പം ഞങ്ങൾക്ക് ആഘോഷം. ധ്യാനമുണ്ട്, ധ്യാനത്തെക്കാളും രാത്രി മുഴുവൻ പ്രാർത്ഥന. പിന്നെ ഓരോ ദിവസം ധ്യാനം നടക്കുമ്പോഴും തലേദിവസം രാത്രി പ്രാർത്ഥനയാണ്. ധ്യാനത്തിൻ്റെ 3 ദിവസവും രാത്രി ഫുൾ നൈറ്റ് വിജില്. അവരുടെ വീട്ടില് രാവിലെ പോവാ ധ്യാനത്തിന്. ജോസഫ് ദാസ് അത് പഠിപ്പിച്ചു കേട്ടോ. അപ്പം പിന്നെ വിളിച്ചുചേട്ടൻ എല്ലാവരുടെ തീറ്റ കൂടി ഭക്ഷണം, അത് വേറെ ധ്യാനം കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. നമ്മൾ ഫുൾ ടൈം രാത്രിയിൽ 9 മണിക്കും അതിൽ ഒക്കെ പോയിരുന്നിങ്ങനെ 12 മണി വരെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും. ഉണ്ട് പ്രത്യേകിച്ച് ഫുൾ ടൈമേഴ്സിൻ്റെ അതിനെ പിടിച്ചു നിൽക്കുന്നവര് അല്ലെ, ആ ടീമിനെ പിടിച്ചു നിൽക്കുന്ന ഒരു അമ്മയാണ്. വടിയൊക്കെ എടുത്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള ഒരമ്മയാണ്. അതുകൊണ്ട് ശരിക്കും ഞാനും സിസ്റ്ററിനെ ഞങ്ങൾ അവിടെ വീട്ടിലൊക്കെ വരുമ്പോഴത്തേനും സിസ്റ്ററിൻ്റെ കൂടെയുള്ള ചാരിറ്റി ഷോപ്പ് ഉള്ളതാണ്. സാധനങ്ങൾ വാങ്ങിക്കുന്ന സിസ്റ്ററിൻ്റെ വേറെ ഒരൊറ്റ കടയിൽ നിന്ന് ഒരു സാധനങ്ങൾ വാങ്ങിക്കുകയില്ല. ചാരിറ്റി ഷോപ്പിൽ നിന്ന് ചെരുപ്പ്, അങ്ങനെ ബാഗൊക്കെ ആണെങ്കിലും ചാരിറ്റി ഷോപ്പിലെയാണ് ഏറ്റവും ഇഷ്ടം. അതാണ് ഞങ്ങൾക്ക് ഉള്ള ഒരു അല്ലേ. 2008 ആ സമയങ്ങളിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നൈറ്റ് വിജിലും കാര്യങ്ങളും. അതെ, പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഡൊമിനിക്കിൻ്റെ ഡെലിവറിയുടെ സമയത്ത് സിസ്റ്റർ നൈറ്റ് വിജിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേ നൈറ്റ് വിജിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഡെലിവറി ആകുന്നത് ഡൊമിനിക്കിനെ. അന്ന് രാത്രി മുഴുവനും സിസ്റ്റർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഒക്കെ അതൊക്കെ ഒരു അനുഭവമായിരുന്നു. പിന്നെ പ്രാർത്ഥന നമ്മളെ ബംഗ്ലാവ് വീട്ടിൽ കൂടുന്നതും കഞ്ഞി കുടിക്കുന്നതും ഒക്കെ ഒരു അതെ വോക്കിങ്ങിലെ വീട്ടിലെ എനിക്ക് ഒരു പണ്ട് ഇത് ഓർമ്മയുള്ളത്, ഡോക്ടർ ജോൺ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ വീട്ടിൽ നിന്ന് ആരാണ് സ്ലേയിങ് ഇൻ സ്പിരിറ്റ് ആഗ്രഹിച്ച് വന്നവർ കൈ പൊക്കാൻ പറഞ്ഞു. അപ്പം ഞാനത് കാലത്തോട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ കൈ പൊക്കി. സിസ്റ്ററമ്മ പോയി. ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പം ഞാൻ ഓർത്ത് സിസ്റ്ററമ്മയുടെ പുറകെ നിൽക്കുക, എങ്ങാനും ഞാൻ വീണില്ല, ഭാവിയായ ഞാൻ വീണില്ലെങ്കിൽ സിസ്റ്ററമ്മ വീഴുമ്പോൾ അതിന് തള്ളു കിട്ടിയെങ്കിലും താഴെ പോവായിരിക്കും എന്നോർത്ത് സിസ്റ്ററമ്മയുടെ പുറകെ നിന്ന്. ഡോക്ടർ ജോൺ സിസ്റ്ററിന്റെ നേരെ ഫയർ എന്ന് പറയും. സിസ്റ്ററമ്മ വീണില്ല, പുറകെ നിന്ന് ഞാൻ വീണു. എനിക്ക് സ്പിരിച്വലി എന്താ പറയുക, ഫിസിക്കലി ഫാമിലി ഒക്കെ ഒത്തിരി അഡ്വൈസസ് ഞാൻ തന്നിട്ടുണ്ട്. എനിക്ക് രണ്ട് ഇതാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. ഇപ്പം ജോസഫ് ഫുൾ ടൈമർ ആയപ്പോൾ മാത്ത ഫുൾ ടൈമർ ആയതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ എന്നെ പിറ്റേ ദിവസം വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല, കൊച്ചിൻ്റെ മുഖമായിരുന്നു എൻ്റെ മനസ്സ് മുഴുവനും. ഫുൾ ടൈമർഷിപ്പിലേക്ക് ഇറങ്ങിയാൽ നിങ്ങളെങ്ങനെ ജീവിക്കും, അതൊക്കെ ഓർത്തു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോട് ചാറ്റൊക്കെ ചെയ്തു. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, ദാരിദ്ര്യമാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എടുത്ത തീരുമാനം അല്ലാതെ മുമ്പോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിൻ്റെ ആ ഒരു സ്നേഹം എന്നെ ശരിക്കും സ്പർശിച്ചു. ഞാനത് സാക്ഷ്യം പറഞ്ഞപ്പോഴൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ചതും സംസാരിച്ചതും ഒക്കെ. പിന്നെ എനിക്ക് സിസ്റ്റർ അമ്മ ഇവിടെ പോയില്ലേ, പാതിരപ്രിയ എടുത്തു പോയപ്പം എനിക്ക് പാതിരപ്രിയയോട് അധികം അടുപ്പില്ല. എനിക്ക് ഒത്തിരി സെയിൻറ്റുമാരോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ പാതിരപ്രിയോട് ഒത്തിരി പ്രാർത്ഥിക്കാറില്ലായിരുന്നു.
പക്ഷെ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. എന്നോട് ആരോ പറഞ്ഞു, എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിറ്റേ ദിവസം, ഞാൻ പാതിരപ്പിയുടെ അടുത്ത് പോയപ്പോൾ കൊച്ച് ആത്മാവിൽ എൻ്റെ അടുത്തായിരുന്നു, ഞാൻ കൈ പിടിച്ച് മുറുക്കി, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നന്നായി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ നന്നായിട്ട് സെയിൻറ്റ് പാതിരപ്പിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് 2 സ്പിരിച്വൽ, പിന്നെ എപ്പോഴും ഓടിച്ചെല്ലാം, എന്നാ വേണേലും പറയാം, വഴക്ക് തരും, സ്നേഹം തരും, ശാസന തരും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സിസ്റ്ററും ഞാനല്ല കേട്ടോ, ഞങ്ങളുടെ കുടുംബം. സിസ്റ്റർ മീനായ ആദ്യമായിട്ട് കാണുന്നത് 2005 അല്ല സിസ്റ്ററെ, അവിടെ ഡാമിൻസ്റ്റൈൻ്റെ ആ യൂസ്റ്റണിലുള്ള ശുശ്രൂഷ വെച്ചാണ് കാണുന്നത് ആദ്യമായിട്ട്. അപ്പം ഞാൻ ജോലിക്ക് പോയിട്ട് ഇങ്ങനെ വരുമ്പം ഒരു മലയാളി സിസ്റ്റർ, അപ്പം സിസ്റ്ററെ മലയാളിയാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ, അങ്ങനെയാണ് സിസ്റ്ററിനെ പരിചയപ്പെടുന്നത്. അപ്പം നമ്മൾ സിസ്റ്ററിനോട് ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ അനൂപിൻ്റെ വീട്ടിലേക്ക് കൂടി. അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. എപ്പോഴും സിസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വരും, ഇവിടെ ഹോൺ ചർച്ചിൽ വരും. എനിക്കൊരു മെമ്മറി എൻ്റെ മനസ്സിലുള്ളത്, ഞങ്ങൾ ബെർമിങ്ങാമിന് വരാൻ വേണ്ടി നിൽക്കുമ്പോൾ സിസ്റ്റർ ടോയ്ലറ്റിൽ പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് കണ്ണാടി ഊരി ബക്കറ്റിനകത്ത് വെച്ചു. എന്നിട്ട് കണ്ണാടി കാണുന്നില്ല. എന്നോട് പറഞ്ഞു, അനു എൻ്റെ കണ്ണാടി, സിസ്റ്ററിൻ്റെ കണ്ണാടി കാണുന്നേ ഇല്ല, തപ്പോ. ഞങ്ങൾ രണ്ടും കൂടെ തപ്പ കണ്ണാടി. ആ സിസ്റ്റർ മേളിൽ പോയി മുറി പോയി എല്ലായിടത്തും കണ്ണാടി കാണുന്നില്ല. അവസാനം സിസ്റ്റർ ഇങ്ങനെ, സിസ്റ്ററിന്റെ വരവുണ്ടല്ലോ, സിസ്റ്റർ പറഞ്ഞു, കർത്താവ് പറഞ്ഞു ആ ബക്കറ്റിനകത്ത് ഇരിപ്പുണ്ട്, അതിന് ബക്കറ്റിൽ പോയി തപ്പാൻ. അങ്ങനെ ബക്കറ്റിൽ നിന്ന് കണ്ണാടി അവിടെ ഇരിപ്പുണ്ട്, കണ്ണാടി കിട്ടി. പിന്നെ ഞങ്ങളുടെ കുടുംബം പോലെ ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർ വീട്ടിൽ വരും. സിസ്റ്ററിൻ്റെ കോൺവെന്റിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് സിസ്റ്റർ വരും. ഓർമ്മയുണ്ടോ സിസ്റ്റർ അതൊക്കെ? അവിടെ ഒരു ഹോസ്റ്റലാണ്, ഇംഗ്ലീഷുകാരുടെ മഠമാണേ. അവിടെ 6 പേരെ ഉള്ളതിൽ ചിലപ്പോൾ 12 പേരുടെ ഫുഡ് കാണും. ചിക്കനൊക്കെ നേരത്തെ ഉച്ചയ്ക്ക് ഒരുപാട് വലിയ കഷ്ണങ്ങൾ മിച്ചം വരുമ്പോഴെല്ലാം കൂടെ അല്ലേ സിസ്റ്റർ ഭക്ഷണമായിട്ട് ഞങ്ങളവിടെ ഒരു അനുവിൻ്റെ വീട്ടിൽ പോകും. അങ്ങനെ സിസ്റ്റർ കാണുന്നത്. പിന്നെ വേറൊരു അനുഭവം, നമ്മൾ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഞാൻ സിസ്റ്ററോട് മിക്കവാറും ഏതെങ്കിലും വീട്ടിൽ ഒരു മുറിയിലായിരിക്കും, ഒരു കട്ടിലായിരിക്കും കിടക്കുന്നത്. എനിക്ക് സിസ്റ്ററിനെ പോലെ അല്ല, ഇച്ചിരി ഇട വേണം. എന്നിട്ട് ഞങ്ങൾക്കൊരു എയർ മാട്രസ് ഐനിഷിൻ്റെ വീട്ടിൽ വെച്ച് കിടക്കാൻ ഓർമ്മയുണ്ടോ? ഇത് അങ്ങോട്ട് തിരിയുമ്പോൾ സിസ്റ്റർ എൻ്റെ പുറത്തേക്ക് വരും, ഇങ്ങോട്ട് തിരിയുമ്പോൾ സിസ്റ്റർ എൻ്റെ പുറത്തേക്ക്. അങ്ങനെ എനിക്ക് കൊണ്ടു തന്ന വണ്ടിയാണ്. കാരണം ഡോക്ടർ ജോണിയുടെ എനിക്ക് സിസ്റ്ററിനെ പറ്റി ഓർക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ഓർക്കുക. പെട്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഓർക്കുകയാണ്. ഈ വോക്കിങ്ങിലെ ആ ധ്യാനത്തിന് സൂചിച്ച് വന്ന സമയത്ത് വോക്കിങ് ധ്യാനത്തിന് മുമ്പൊരു ഒരുക്ക ധ്യാനം, അത് ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പം സിസ്റ്റർ മീന, അനു ചേച്ചി, പിന്നെ എനിക്ക് ആരെങ്കിലും നോൾ ബ്രദർ ഉണ്ടെന്ന് തോന്നി, ഓർമ്മയില്ല, ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അപ്പം സിസ്റ്റർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇനി അവിടെ ശുശ്രൂഷയുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ മനസ്സിലോർത്ത കൊള്ളാമല്ലോ ഈ സിസ്റ്റർ, ഒരു ദീപരി എൻ്റെ ഉള്ളിലുണ്ട്, എനിക്ക് മറ്റൊന്നും കൊള്ളാമല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അതെൻ്റെ മനസ്സിലാ, നിങ്ങളാ നിൽക്കുന്നതും പറയുന്നതൊക്കെ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അത്. പിന്നെ രണ്ടാമത് ഞാൻ ഓർക്കുന്നത്, എനിക്ക് ആ രോഗം വന്ന സമയത്ത് അപ്പോൾ സിസ്റ്റർ എന്നോട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, പിന്നെ മോളെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മൾ സ്വർഗം ആകാശം കുലുക്കിയാ പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ ചെവിയിൽ അത് ഇപ്പോഴും അതുണ്ട് കേട്ടോ, അവന് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അതെന്തായാലും ദൈവം കേൾക്കാതിരിക്കത്തില്ലെന്ന്. അപ്പോൾ ഈ 2 കാര്യം മനസ്സിലേക്കുള്ള ഓർമ്മ. എനിക്ക് സിസ്റ്ററെ ഞാൻ ആദ്യം കാണുന്നത് വോക്കിങ് വെച്ചാണ്, ബ്രദറിൻ്റെ അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളത്, നമ്മൾ ആ ചെറിയച്ഛൻ ബ്രദറിൻ്റെ വീട്ടിലിരുന്ന് നൈറ്റ് വിജിലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ബ്രദർ, സിസ്റ്റർ മീന, ചെറിയച്ഛൻ ബ്രദർ, പിന്നെ സണിച്ചേട്ടൻ, അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒരു അമ്മയെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവുന്നത് ആഷ്ലിയുടെ മാറ്റമാണ്. ഫുൾ ടൈമർഷിപ്പ് കഴിഞ്ഞ് ആഷ്ലി തിരിച്ചു വന്നു. ഫുൾ ടൈമർഷിപ്പിന് മുമ്പുള്ള ആഷ്ലിയും അതിന് ശേഷമുള്ള ആഷ്ലിയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവളെ സിസ്റ്റർ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ. പണ്ട് നമ്മൾ കെറ്റിൽ ഓണാക്കുമ്പോൾ ഫുൾ കെറ്റിൽ ഒറ്റയടിക്ക് ഓണാക്കി, അപ്പോൾ എത്ര ഇലക്ട്രിസിറ്റി പോകുമ്പോൾ വേണ്ട അത്രയും മാത്രം വെള്ളം ഒഴിച്ച് അത്രമാത്രം ഓണാക്കിയാൽ മതി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത്ര വെള്ളം എന്തിനാ വെറുതെ ടാപ്പ് ഓണാക്കി ഇത്ര ഇതാക്കി കളയണേ, വേണ്ടപ്പം മാത്രം ടാപ്പ് ഓണാക്കി ഉപയോഗിച്ച പോലെ, പല്ല് തേക്കുമ്പോൾ മുതലേ ടാപ്പ് ഓണാക്കണ്ടല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ ലൈഫിൽ പഠിച്ചതും എന്നോടും വന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അവളുടെ മുമ്പുള്ള അവളോട് ഇങ്ങനെ ഈശോ പറഞ്ഞെന്നാണ് പറഞ്ഞത്, സിസ്റ്റർ ഇരിക്കുമ്പോഴാണെന്നാണ് പറഞ്ഞത്, നിനക്ക് ഞാൻ വേണോ അതോ നിൻ്റെ ഫ്രണ്ട്സ് വേണോ എന്ന്. അപ്പോൾ അവൾ തീരുമാനം എടുത്തു, ഈശോയെ നീ മതിയെന്ന്. അപ്പോൾ അത് സിസ്റ്ററോട് പറഞ്ഞു എന്നാണ് അവൾ പറഞ്ഞത്. അതേപോലെ അപ്പോൾ അതാണ് എനിക്ക് സിസ്റ്ററെ പറ്റിയുള്ള ഏറ്റവും ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ
രണ്ടല്ലായിരുന്നു കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും കഴിഞ്ഞ് 4:30 ഇവിടുന്ന് ഓടിപ്പോകും. ഞാൻ അവിടെ ചെന്ന് നൈറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഒരിക്കലും അങ്ങനെ വർത്താനം പറയാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. പിന്നെ അസിസ്റ്റൻ്റ് ആരാധനയ്ക്ക് വന്നപ്പോൾ സിസ്റ്റർ നന്നായിട്ട് പരിചയമായി. അവിടെ വെച്ച് ഞാൻ അറിയുന്ന സിസ്റ്റർ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നാട്ടിൽ വാഴക്കുളം ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന കാര്യം. അങ്ങനെ പിന്നെ അതുമൊക്കെ ആയിട്ട് സിസ്റ്റർ കുറേ സംസാരിച്ചു. അന്നേരമാണ് സിസ്റ്ററിന് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നത്. അവിടെ വെച്ച് ആ സംസാരം ഉണ്ടായപ്പോൾ ദൈവസ്നേഹവും പരസ്നേഹവും നിറഞ്ഞ എല്ലാവരും കൂട്ടിച്ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫ്ലാറ്റൊക്കെ അതിപ്പോഴും ഉണ്ട്. എന്താണ് അതെനിക്കാണ് മറക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അതേ സിസ്റ്റം കാണാൻ വലിയ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ പറഞ്ഞേ, ഞാനിവിടെ വയ്യാതെ വന്നപ്പോൾ ആരുമില്ലായിരുന്നല്ലോ. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ബിജുവിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് 2 മാസം. ആ സമയത്തിൽ സിസ്റ്റർ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് സിസ്റ്റർ എൻ്റെ ഇവിടെ വന്ന് താമസിച്ചു. അപ്പോൾ അന്നേരമാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അന്നേരം ഇങ്ങോട്ട് വരേണ്ട സിസ്റ്റർ, ഞാൻ തന്നെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, വരാതിരിക്കായിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ല, ഞാൻ വരുമോ. എനിക്കിത് 2 ആഴ്ചയോളം ഉണ്ടായിരുന്നു സിസ്റ്ററെ. 2 വീക്സോളം സിസ്റ്റർ വന്ന് താമസിച്ച്. അപ്പോൾ അതൊരു വലിയൊരു എന്നാ പറഞ്ഞത്, ആ കാലഘട്ടങ്ങളിൽ ഒത്തിരി രോഗത്തിൻ്റെ അവസ്ഥ, ഫിസിക്കലി ഒരു ഡിസേബിളായ അവസ്ഥ, ഒറ്റപ്പെടലിൻ്റെ ഒരു അവസ്ഥ എന്ന അനുഭവം കുഞ്ഞൊരു നാട്ടിലാണ്. അപ്പോൾ ആ സമയത്ത് സിസ്റ്ററിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഒരു അമ്മയെപ്പോലെ ഒരു ഒത്തിരി ഇതായിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ അമ്മത്വം ഈശോയ്ക്ക്. ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ലൈക്ക് ഞങ്ങൾ ശുശ്രൂഷയിലേക്ക് 2013-14 ആ ടൈമിലാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾ അച്ചടുത്ത് അഡോറേഷൻ വരുമ്പം ഏറ്റവും കൂടുതൽ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ സിസ്റ്ററിനോട് നൈറ്റ് അഡോറേഷനായിരുന്നു. പിള്ളേരും റിയലി എൻജോയ് ചെയ്യായിരുന്നു സിസ്റ്റർ മീനയുടെ കൂടെ ടൈം. രാത്രി സിസ്റ്റർ ഒത്തിരി നേരം ഞങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ അതിൻ്റെ മെമ്മറീസാണ് കൂടുതൽ. പിന്നെ എപ്പോഴും ഒരു അമ്മേനെ പോലെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമുണ്ടെങ്കിൽ സിസ്റ്ററോട് ഡൗട്ട് ചോദിക്കാനും വിളിക്കാനും. പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും സിസ്റ്റർ അടുത്തൊരു ഭയങ്കര ക്ലോസ് ആയിട്ടൊരു ഇതാണ്. പിന്നെ ബിബിനാണെങ്കിലും ഞങ്ങൾ ബിബിൻ്റെ ഹെൽത്തിൻ്റെ സമയത്തൊക്കെ സിസ്റ്റർ ഒത്തിരി ഞങ്ങൾക്ക് പ്രേയറിലും അതുപോലെ തന്നെ സിസ്റ്റർ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സിസ്റ്റർ എനിക്കൊന്ന് ആദ്യം കാണുന്ന 10 ദിവസത്തെ 10 ദിവസമല്ല, ഒരു കപ്പിൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു സോജിയച്ചൻ്റെ അവിടെ ആ ഊസ്റ്ററിൽ ഊസ്റ്റർ വെച്ചിട്ട് ഏറ്റവും ആദ്യം അന്നത്തെ സ്പിരിച്വൽ ഷെയറിങ് നടത്തി ഈ സിസ്റ്റർ എന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഒത്തിരി ആത്മീയ മക്കളെ കാണിക്കുന്നത്. അന്ന് നമ്മൾ ആദ്യ കാലമാണ് നമുക്ക് ആത്മീയ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ടൊന്നും മിനിസ്റ്ററിലൊന്നും വന്നിട്ടില്ല. ആദ്യമായിട്ട് ഞാനും കൂടെ വരുന്ന സൂചിച്ചിനായിട്ട് കണ്ട് സിസ്റ്റർ പറഞ്ഞു ഒത്തിരി ആത്മീയ മക്കളെ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ സെക്കൻഡ് സൺഡേ വരുമ്പോൾ സിസ്റ്റർ കാണും. പിന്നെ നമ്മളിവിടെ അഡറേഷന് പോകുമ്പം മിക്കവാറും ഇടയ്ക്ക് രാത്രിയിൽ ക്ലാസ്സിൽ പോകുമ്പം രാവിലെ കഴിപ്പിക്കാതെ സിസ്റ്റർ വിടത്തില്ല. രാവിലെ ഇത് കഴിഞ്ഞിട്ട് അവിടെ കൂടി ഇരുന്ന എല്ലാ ഈ ഫുൾ ടൈമേഴ്സ് പിള്ളേരും എല്ലാം കൂടെ ഉള്ളതെല്ലാം കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അത്രയും ദൂരം പോകണ്ടല്ലേ എന്നും പറഞ്ഞ് കഴിപ്പിക്കാതെ വിടത്തില്ല. പിന്നെ ഇവിടെ ഇപ്പം അമ്മയുടെ സ്നേഹം പോലെ ഇങ്ങനെ കൂട്ടത്തിൽ കൊണ്ട് നടത്തുക. വീട്ടിൽ വന്ന് താമസിച്ചതും സിൽവയുടെ വന്നതും പെർമിഷന് പോയതൊക്കെ ഓർക്കുന്നു. സ്പിരിച്വൽ ഷെയറിങ്ങിന് പിന്നെ ഒത്തിരി ആൾക്കാരുടെ ഒരു നീണ്ട ക്യൂ, സിസ്റ്റർമീയുടെ അരികിലേക്കുള്ള തള്ളൽ, അതൊക്കെ ഓർക്കുന്നു. പറഞ്ഞു വിടാനും ഒക്കെ ഓരോ സന്ദർഭങ്ങളിൽ വേണ്ട രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. സിസ്റ്റർമീനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സിസ്റ്ററിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നൈറ്റ് വിജിലിന് പോകുന്ന അവിടെ ഞങ്ങളെ എന്നായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹത്തോടുകൂടി ഒരു അമ്മയെപ്പോലെ ഞങ്ങളെ കാത്തു. ഞങ്ങളെല്ലാം നോർത്താമ്പിലായിരുന്ന സമയത്ത്, ഇങ്ങോട്ട് മാറുന്നതിന് മുമ്പ് നോർത്താമ്പിലായിരുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ നൈറ്റ് വിജിലിന് വരുമായിരുന്നു. മാസത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം. പക്ഷെ അന്നൊക്കെ ഞങ്ങളെ കാത്ത് ഒരു ദിവസം നൈറ്റ് മാത്രം ഇരിക്കും. രാവിലെ 5 മണിക്ക് തിരിച്ചു പോരും. അപ്പം എനിക്ക് അത്രയും സ്നേഹമുണ്ട്. നിങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും പിള്ളേർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് നമ്മൾ സിസ്റ്റർ മീനയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയിരുന്ന പോലെയുള്ള ഒരു സൗകര്യം നമുക്കുണ്ടോ? ചില ദിവസങ്ങളിൽ ഇപ്പം ഞങ്ങൾ കുരിശടിക്കുന്നതിന് മുമ്പ് പാട്ട് പാടുവാണെങ്കിലും ഇത് ഞങ്ങൾക്ക് ഓർക്കുന്നുണ്ട്. പണ്ട് ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പാട്ട് പാടുന്ന ആ ഒരു പാട്ടാണല്ലോ ഇതെന്നൊക്കെ
എപ്പോഴും അവർക്ക് പ്രയറിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സിസ്റ്റർ മീനയോട് ചേർന്നാണ് ഞങ്ങൾ പ്രത്യേകിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പോ അല്ലെങ്കിൽ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ എപ്പോഴും കൂടുതൽ. ഇപ്പം ഞങ്ങളിവിടെ താഴെ അടുത്തുള്ള പള്ളിയിൽ മാർഗ്രറ്റ് മേരി എന്ന് പറഞ്ഞ പള്ളിയിലായിരിക്കും. അപ്പോഴും ഇവർ വീട്ടിൽ വന്നിട്ട് കംപ്ലൈൻ്റ് ആണ്, സിസ്റ്റർ മീനയുടെ അവിടെ ഇരിക്കുന്നത് പോലെയുള്ള ഒരു രസം ഇവിടെ ഇല്ല. അതെ, ഞാൻ ആദ്യമായിട്ട് സെക്കൻഡ് സാറ്റർഡേ അതിന് മുമ്പ് അത്രയും കണ്ടിട്ടുണ്ട്, പക്ഷേ അത്രയും പരിചയമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ പോകുമ്പം അമ്മയെ പോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എൻ്റെ ഒത്തിരി ഓർമ്മയൊന്നുമില്ല. പക്ഷേ സിസ്റ്റർ വീട്ടിൽ വന്നപ്പം 2 ആഴ്ച ഞങ്ങളുടെ കൂടെ നിന്നായിരുന്നു. ആദ്യം എനിക്ക് പേടിയായിരുന്നു സിസ്റ്റർ നടക്കുമ്പോഴും എല്ലാ മിണ്ടുമ്പോഴും അപ്പനോടും അമ്മനോടും അല്ലെങ്കിൽ റൈസിനോടും വിളിച്ച് കൂടെ സൂക്ഷിക്കണം, നോക്കണം. പക്ഷേ സിസ്മീൻ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, സ്നേഹം മാത്രം ഉണ്ടായിരുന്നു. ഇഫ് ഐ ഡിഡ് എനിത്തിങ് റോങ് ഷി വുഡ് ടീച്ച് മീ. ആശി ചേച്ചിനെ പോലെ അങ്ങനെ പിള്ളേരെല്ലാം പോലെ she looked after me really well. And one thing that touched me the most is എപ്പോഴെന്നെ കാണുമ്പോൾ എൻ്റെ ആരോഗ്യം അങ്ങനെയെല്ലാം she asked how's your health, വിറ്റമിൻ ഒക്കെ കഴിക്കുന്നുണ്ടോ, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ, ഇവിടെ വന്നോ കൂടുന്നല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. So She made sure that you're having food before you go to sleep. So she's been such a great blessing in my life. Praise God. ഞാൻ ഇത്ര അനുഭവ സ്പോട്ട് എന്ന് പറയുന്നത് ആ കുഞ്ഞു പിള്ളേരെ എല്ലാരും നോക്കുന്ന അന്ന മുതൽ ഇങ്ങനെ ഇരിക്കട്ടെ. Sister Mina, since I was little, all the time, when we went to do adoration with at the chapel, all the time she would be there and she would pray, and that really inspired me to like get closer to Jesus and like just be a good person. And then she's like really friendly and like really loving. All the time she would, I don't know, just ask how are you, and then she would always look after me when I was little. So yeah, that really touched me. So. Reminds me of my grandma. Like she's like a ammachi. Like we can go to her whenever we have anything. If we want to talk. Like she gives good practical advice. Like നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോൾ നമ്മളോട് കുറേയൊക്കെ പറഞ്ഞു. Like the big things, little things to do with prayer, and even like general things. So yeah, pretty nice sister. Mine's same as Rachel. I remember when sister came to our house, and it was just 5 minutes, and it was just us two in the car together. But the advice that you gave me in that 5 minutes was just so like important, just basic advice that I really loved. So I remember sister always used to tell us off for running around. Yeah. Growing up, I found out that she was a nice, caring person. Ever since I was young, Sister Mina has always prayed for me. All those night vigils, I believe that is why I'm standing in the position I am today. In the faith I'm in today, I believe that's why. മറുപടി പ്രസംഗം. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആത്മീയതയിൽ വന്നതാണ്, പ്രത്യേകിച്ച് നമ്മൾ AFCM മിനിസ്ട്രിയിൽ ആ കുടുംബത്തിൻ്റെ ഒരു വലിയൊരു കെട്ടുറപ്പ് സ്നേഹമാണ്. പലപ്പോഴും ഞാൻ പറയാം, എൻ്റെ വീട്ടിൽ ഇപ്പോൾ ചെന്നാൽ എല്ലാ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും അടുത്തുള്ള ആ സ്നേഹത്തിനേക്കാൾ കൂടുതലൊരു സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. സത്യം പറയാം, എല്ലാവരും ഒരുപോലെയല്ല. 10 പേരുണ്ടെങ്കിൽ 10 പേര് ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ പക്ഷേ ഇവിടെ എന്നാന്ന് വെച്ചാൽ ആത്മീയത മുന്നോട്ട് നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം പരസ്പരം ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. ആ സ്നേഹമുണ്ട്, അത് നിഷ്കളങ്കമായ സ്നേഹമാണ്. നമുക്ക് അസൂയയില്ല. ഇയാൾ വളർന്നുപോയി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമല്ലോ. കുടുംബങ്ങളിൽ പോലും സ്വന്തം ബ്രദേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് തമ്മിൽ ശരിക്കും ബ്ലഡ് റിലേഷനാണെന്ന് പറഞ്ഞാൽ പോലും വസ്തു അല്ലേ നമ്മൾ അറിയാവുന്നതാണ്. സമ്പത്തിനെ വരുമ്പോഴത്തേക്ക് അവരുടെ ഹൃദയം പോയി. പക്ഷേ നമുക്ക് അങ്ങനെയില്ല.
ഒരാൾ വലുതായി നല്ല കാര്യമല്ലേ, നമുക്ക് അങ്ങനെ ഒരു ചിന്തയെ വരാറില്ല. ഇന്നയാൾ വലുതായി നമ്മൾ പ്രാർത്ഥിക്കുക അയാൾ ഇനിയും വലുതാകട്ടെ. അപ്പോൾ ആ ഒരു ആത്മാർത്ഥതയുള്ള നമുക്കത് കാണുവാണ്. അത് ഭയങ്കര ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഈ ആത്മീയത നമ്മളെ കെട്ടുറപ്പായിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഓസ്ട്രേലിയക്കൊക്കെ പോയവർ ദേ ആർ മിസ്സിങ് അവർ ഫാമിലി, റിയലി മിസ്സിങ് അവർ ഫാമിലി. അപ്പോൾ കർത്താവിന് ഒത്തിരി നന്ദി പറയുക. നമ്മൾ പിന്നെ പറയും സിസ്റ്റർ അങ്ങനെയാണ്, പക്ഷെ നിങ്ങൾ അതങ്ങ് ആയിരുന്നിട്ടല്ലേ. ഒരു കാര്യം ചിന്തിക്കണ്ട, നിങ്ങളെല്ലാവരും അതുപോലെ ഈശോയിൽ നിറഞ്ഞു നിന്ന സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്. അല്ലേ ഞാൻ പറയാം, വെറുക്കുന്നൊരിടത്താണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ദ സെയിം അല്ലേ. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് തന്നെയല്ല, ഈശോ നമ്മളെ എല്ലാവരെയും വളർത്തി. ആ വളർത്തലിൻ്റെ കൊണ്ട് നിങ്ങളൊക്കെ പളുങ്കുകളായതുകൊണ്ട് പളുങ്കിന് മറ്റേ പളുങ്കിനെ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. കണ്ണാടി, നമ്മുടെ കണ്ണാടി നല്ലതാണെങ്കിലേ ഉള്ളൂ നല്ലത് കാണാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ കണ്ണാടി നല്ലതായതുകൊണ്ട് നന്മ കാണുന്നു. ശരി, അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കർത്താവിനെല്ലാം മകൾക്കും 2 വയസ്സിൽ പിടിച്ച് നടത്താനൊക്കെ നിങ്ങളെ കയ്യെ പിടിച്ചൊക്കെ നടത്തുന്നതുകൊണ്ട് നന്ദി പറയുന്നു.